നമസ്കാരം, ഞാൻ ജയന്താണ്. പുഷ്പക വിമാനം ഈ വെള്ളിയാഴ്ച ഒരു പ്രതീക്ഷയും ഇല്ലാതെ പോയി കണ്ട ഒരു ചിത്രമാണ് പുഷ്പക വിമാനം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നാളായി എല്ലാം കലർന്ന ഒരു മലയാള ചിത്രം കണ്ടിട്ട് എന്ന് എനിക്ക് തോന്നി. തമിഴിൽ ഒരുപാട് നാൾക്ക് മുന്നേ ഇറങ്ങിയ മാനാട് എന്ന് പറയുന്ന ഒരു ചിത്രം ഒരു ടൈം ട്രാവൽ മൂവിയാണ്. അതേപോലെ മലയാളത്തിൽ ഒരു ടൈം ട്രാവൽ മൂവി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവി ഇറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു മൂവിയാണ്. സിജു വിൽസൺ, ബാലു വർഗീസ് ഇവർ രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയില്ല, രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്ന് നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം കലർന്ന ഒരു മലയാളം മൂവിയാണ്. ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം എന്തായിരിക്കും അതിൻ്റെ എൻഡ് എന്ന്. നമുക്ക് ചില മൂവീസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. പക്ഷേ ഈ ഒരു മൂവി നമുക്ക് സ്റ്റാർട്ടാകുമ്പോഴത്തേക്ക് മനസ്സിലാവത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും. കാര്യം നമുക്ക് ആദ്യം തൊട്ട് ഇൻ്റർവെൽ വരെ ആയതുപോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിനുശേഷം പിന്നെ ഇൻ്റർവെല്ലിൽ നിന്ന് അവസാനം ക്ലൈമാക്സ് ആയതും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു മികവ് എന്ന് എടുത്തു പറയാനുള്ളത്. ക്യാമറയാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒരു ടൈം ട്രാവൽ മൂവി അറിയാമല്ലോ, റിപ്പീറ്റ് പല കാര്യങ്ങളും അതേപടി ഒന്നുകൂടെ കാണിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആ ഒരു ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു മൈന്യൂട്ട് എനിക്ക് ഒരു മിസ്റ്റേക്ക് മാത്രമേ ആ ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ. ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല, കാര്യം നമ്മൾ മൈന്യൂട്ടായി നോക്കി കാണുന്നത് കൊണ്ട് മനസ്സിലായതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. എന്തായാലും നല്ലൊരു ചിത്രമാണ്, തിയേറ്ററിലൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രമാണ്. ഒരു കോമഡിയും എല്ലാം കൂടി കലർന്ന ഒരു നല്ല ചിത്രമാണ്. സിജു വിൽസൻ്റെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാൾക്ക് ശേഷം സിജു വിൽസൺ ഒന്ന് വീണ്ടും വന്നേക്കുകയാണ്. എന്തായാലും സിജു വിൽസൻ്റെ ഒരു നല്ല മൂവിയാണ്. എനിക്ക് തോന്നുന്നു അധികം വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അറിയാമല്ലോ ഇപ്പോഴത്തെ മലയാള ചിത്രങ്ങൾ OTTയിൽ വരുമ്പോൾ എന്തായാലും ഇത് വൻ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ OTT വരുന്നതിന് മുന്നേ എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ നോക്കൂ.